വെറുതെ ഏതെങ്കിലും ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തുകൊണ്ട് കണ്ണിന് താഴത്തെ കറുപ്പ് പോവില്ല. അതിപ്പോൾ വാസ്കുലർ ഡയലറ്റേഷൻ അല്ലെങ്കിൽ രക്തക്കുള്ളിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഐ ക്രീമിൽ കഫീൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇനി അതൊരു ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ അലർജി എക്സിമ കൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ നറിഷിങ് അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മോയ്സ്ചറൈസർ ഡെയിലി 2 to 3 ടൈംസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ടൈപ്പാണ് അല്ലെങ്കിൽ ഫോട്ടോ ഏജിങ് കൊണ്ടാണ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കാണുന്ന കണ്ണിന് താഴത്തെ കറുപ്പാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഐ ക്രീമിൽ ആൻറ്റി ഓക്സിഡൻസും അത് കൂടാതെ ഡീപിഗ്മെൻറ്റിങ് ഏജൻസിൻ്റെ ഒപ്പം തന്നെ റെറ്റിനോളും ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം നിങ്ങൾക്ക് ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കെമിക്കൽ പീൽസോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വോളിയം ലോസ് കൊണ്ടാണുള്ളതെങ്കിൽ അവിടെ PRP ട്രീറ്റ്മെൻറ്റോ ഹൈലൂറോണിക് ആസിഡ് ഫില്ലേഴ്സോ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ചില കേസസിൽ സർജിക്കൽ കറക്ഷനും ചെയ്യാറുണ്ട്. ഇനി എല്ലാത്തിലും പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് സൺ പ്രൊട്ടക്ഷൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതുകൂടാതെ ഷെയ്ഡ്സ് കൂടെ യൂസ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ഒരു 6 to 8 hours എങ്കിലും ഉറക്കം കിട്ടിയിരിക്കണം. ഇന്ത്യൻ സ്കിന്നിൽ കൂടുതലായിട്ടും പിഗ്മെൻ്റ് ടൈപ്പാണ് കാണുന്നത്. ഇനി ഓരോരുത്തർക്കും മൾട്ടിപ്പിൾ കോസസ് ഉണ്ടാവും, സിംഗിൾ കോസ് മാത്രമായിരിക്കില്ല. സോ നിങ്ങളുടെ കോസ് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുക.